ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ മുടിക്കോട് എന്നൊരു ഭാഗത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ആ മുടിക്കോട് സെൻറ്റർ ഉണ്ടല്ലോ, എൻ എച്ച് നിന്ന് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം കണ്ട 4 മീറ്ററോളം വീതി കൂടിയ ഇപ്പോൾ ആ റോഡൊക്കെ ആ അറ്റത്ത് നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതായത് ഫുള്ള് നമുക്കിവിടെ കോൺക്രീറ്റ് ചെയ്ത് തരും. അതുപോലെ ഈ ഒരു സൈഡും വീതി കൂടിയ 4-4.5 മീറ്ററോളം വീതിയുണ്ട്. ചരട് കെട്ടിയാണെങ്കിൽ നമുക്ക് കാണാം ഇതിന് അറ്റം വരെ കോൺക്രീറ്റ് ചെയ്യും ഫുൾ ലെങ്ത്തിൽ. നല്ല ഫ്രണ്ട് സൈഡിലൊക്കെ കാണാം നല്ലൊരു എലിവേഷനാണ്. നല്ലൊരു 3 ബെഡ്റൂമിൻ്റെ ഒറ്റ നില വീട്. അതായത് 4 സെൻറ്റ് സ്ഥലം, 5 സെൻറ്റ് സ്ഥലം, 4.5 സെൻറ്റ് സ്ഥലം, അങ്ങനെ പല വീടുകളുള്ള ഒരു വില്ല തന്നെയാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർക്കുകളും ഇനി ഒരു 80% പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡ് കണ്ട ഇതിൻ്റെ ഓപ്പോസിറ്റും ഇതുപോലെ തന്നെ 4 വില്ലകൾ വരും. 4,000 സ്ക്വയർ ഫീറ്റ്, 1,050 സ്ക്വയർ ഫീറ്റ്, 950 സ്ക്വയർ ഫീറ്റ്, ഇങ്ങനെ പല റേറ്റുകളിലുള്ള സ്ക്വയർ ഫീറ്റുകളാണ് ഇവിടെ വരുന്നത്. എല്ലാം 3 ബെഡ്റൂമോട് കൂടിയാണ്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഇത് 4,350 സെൻറ്റ് സ്ഥലമാണ്. 4,350 സെൻറ്റ് സ്ഥലം ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് നമുക്ക് വലിയൊരു വാഹനമൊക്കെ നമുക്ക് ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാം. ഇനി ഈ ഒരു കട്ടയിലൊക്കെ പോളിഷ് ചെയ്ത് നമ്മൾ വൈറ്റ് ആൻഡ് ഗ്രേ അടിക്കും കേട്ടോ. ചെറു വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെയും ചെയ്യാം, കടത്തി നിർത്താം. വീണ്ടും മുൻവശത്തായിട്ട് തന്നെ സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. അതുപോലെ ടസ്റ്റർ വർക്കുകളും വാം ലൈറ്റുകളും അതുപോലെ LED ബൾബ് എല്ലാം മനോഹരമായി തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കുറേ ടൈൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷൻ വളരെ മനോഹരമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് ഈ 4 വില്ലകളാണ് ഈ ഒരു സൈഡിൽ. എല്ലാ വില്ലകളും സെപ്പറേറ്റ് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂം ഓൾറെഡി ഇവിടെയുള്ള താഴത്തെ നിലയിലുള്ള കാരണം സ്റ്റെയർ പുറത്തുനിന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വീതി കൂടിയ ഒരു ഗ്രാനൈറ്റ് ബോർഡറൊക്കെ വെച്ചിട്ട് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കാണാം സ്റ്റൈലൻ സ്റ്റീലിൻ്റെ ഒരു ഒറ്റ ഡോറ്, ഒരു 12 കൊല്ലത്തോളം ഗ്യാരണ്ടിയുള്ള ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കയറി വരുന്നൊരു ലിവിങ് ഹാളാണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീതി കൂടി ടൈലാണ്, 2-4 ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നല്ല മനോഹരമായ ഒരു മൾട്ടിവുഡിലുള്ള ഒരു വർക്ക് TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ TV യൂണിറ്റും അതുപോലെ ഒരു ആർച്ചും നല്ലൊരു വെറൈറ്റി എലിവേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ഡിസൈൻ വർക്കൊക്കെ ഫുൾ ലെങ്ത്തിലാണ് ചെയ്തത്. ഹോൾ സീലിംഗ് വർക്കുകൾ, LED ബൾബുകൾ കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഹാൾ മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയിട്ടാണ് ലിവിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഹാളിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാണ് ആദ്യത്തെ ബെഡ്റൂം. നമുക്ക് കാണാം ഇവിടെ മൾട്ടിവുഡിലൊക്കെ ഒരു പാനലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്നാണ് ഫസ്റ്റത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അതേ മാച്ചിങ് ടൈല്, വീതിയുടെ ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അപ്പോക്സി വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്, അതായത് ആസിഡ് വാഷിങ്ങും അപ്പോക്സി വർക്കും. അതുപോലെ ഈ ഒരു സൈഡിൽ കണ്ട ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയിട്ടുള്ള വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ ആയിട്ട്. അതുപോലെ ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. വീതിയുടെ ടൈല് തന്നെയാണ് ബാത്റൂമിൽ വാൾ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതും അപ്പോക്സിയോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇതൊക്കെ. അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റ്, എക്സോസ്റ്റിനുള്ള പോയിന്റ് എല്ലാം സെപ്പറേറ്റ് എല്ലാ ബാത്റൂമുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ വർക്കുകൾ 3D അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു സൈഡിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതേ മാച്ചിൽ തന്നെയാണ് ഫ്ലോർ ടൈല് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വിൻഡോസും സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബ്സ് കാണാം ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി തന്നെയാണ്, 3 ലെയറിൻ്റെ ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നല്ല തരം കമ്പനിയുടെ മെറ്റീരിയലാണ്, അതായത് ഗ്യാരണ്ടി കൂടിയ ഫിറ്റിങ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 10-12 കൊല്ലത്തോളമൊക്കെ ഗ്യാരണ്ടിയുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് 3ാമത്തെ ബെഡ്റൂം. ഇവിടെയും അതേ മാച്ചിങ് ടൈല്, വീതി കൂടി ടൈല് തന്നെയാണ് ഫ്ലോർ ടൈലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വിൻഡോസൊക്കെ 2 സിംഗിൾ പാളിയും ഇവിടെ ഒരു 3 പാളിയും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ഇവിടെയും ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം 3 ബാത്റൂമും വെറൈറ്റി ഡിസൈനിലാണ് മറ്റേ വാൾ ടൈല് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് അപ്പോസിയോട് കൂടി എല്ലാം വ്യത്യസ്തതരമായ ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1,050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം.
അതായത് തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്ന്, അതായത് NH ഉണ്ടല്ലോ ബോഡിക്കോട്, അവിടുന്ന് 1/2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കായിട്ടുള്ളത്. നമ്മൾ കണ്ടു ഡൈനിങ് ഹാളിലേക്ക് കിടക്കുന്നു. വലിയൊരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ഇവിടെ കിടന്നത് ഡൈനിങ് ഹാളിലേക്ക്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ മുകൾ വശത്ത് നല്ല ഹോൾ സീലിംഗ് വർക്ക് നല്ല കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് LED ബൾബൊക്കെ വെച്ചിട്ട്. കാണാൻ നമ്മൾ ഈ ആർച്ചോട് കൂടിയാണ് നമ്മൾ ഇപ്പുറത്തേക്ക് കടന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെ ഫ്ലോർ ടൈലിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴത്തെ ഭാഗത്ത് ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്, വീതി കൂടി ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് ഡിസൈനുള്ള മറ്റേ ഇതാണ് കൊടുത്തിരിക്കുന്നത്, കബോർഡ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മോൾ സൈഡിലൊക്കെ ഗ്ലാസ് ഡോറോട് കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടാ, ഗ്ലാസ് ഡോറോട് കൂടിയും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഒരു സൈഡിലായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡാണിത്, ഇങ്ങനെ ഒരു ഓപ്പൺ വർക്ക് ഏരിയ മാതിരി, വർക്ക് ഏരിയയിലേക്ക് കണ്ട സൈഡ് പോർഷൻ ഫുള്ളായിട്ട് ലെങ്ത് മുട്ടിക്കാണ്ടേ ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ധാരാളം കബോർഡ് വർക്ക് കൂടിയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം, ഈ ഭാഗത്തൊക്കെ ടൈലൊക്കെ വിരിച്ചിട്ട് നല്ലതായിട്ട് മറ്റേ ഫുള്ളി ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെയാണ് ബേബി മെറ്റൽ കൊടുത്തിരിക്കുന്നത്. വെള്ളം വെക്കണമെന്നുണ്ടെങ്കിൽ ബേബി മെറ്റൊക്കെ മാറ്റി നമുക്ക് എന്തെങ്കിലും തൈകളൊക്കെ നടാവുന്നുള്ളൂ. വെള്ളത്തിൻ്റെ ഇവിടെ ഓപ്പൺ കളറാണ്. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും, അതുപോലെ എത്ര വലിയ വേനൽക്കാലം വന്നാലും വെള്ളം പറ്റാത്തൊരു ഏരിയ. നല്ല ഗ്യാരണ്ടിയാണ് വെള്ളത്തിൻ്റെ കേട്ടോ. മുകൾ വശത്ത് തന്നെയാണ് വെള്ളം ഇവിടെ നിൽക്കുന്നത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിലെ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഇതിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും 39 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്നതുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. നല്ലൊരു അടിപൊളി സ്റ്റൈലോട് കൂടി തന്നെയാണ് എല്ലാ വീടുകളും ചെയ്തിരിക്കുന്നത്. നല്ല വെറൈറ്റി ഡിസൈനോട് കൂടിയിട്ട് എലിവേഷനൊക്കെ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് വീടിൻ്റെ എലിവേഷനാണ് ഇത് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് തകർത്തുണ്ട്. ഇതിലും നമുക്ക് കാറുകളൊക്കെ കയറ്റി നിർത്താൻ, അതുപോലെ 2 കാറുകൾ. ഇത് രണ്ടാമത്തെ, ഇത് 3ാമത്തെ വീടിൻ്റെ കേട്ടോ. ഇനി ഈ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നാളെ ഇപ്പോൾ വർക്കുകൾക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു വീടാണ് ലാസ്റ്റ്. ഇത് 5 സെൻറ്റോളം സ്ഥലം കേട്ടോ. ഇതിൽ പക്ഷേ 1100 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതൊരു 44 ലക്ഷം രൂപ പറയുന്നത്. വിലയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.